നമസ്കാരം. ഞാൻ ശശിധരൻ കോഴിമല. ഇത് ഒരു പ്രാർത്ഥനയാണ്. വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് ലോകത്തിലുള്ള മുഴുവൻ പാപികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. അവഗണിക്കരുത്. തുടങ്ങുകയാണ്. ദൈവമേ, സൃഷ്ടാവും പരിപാലകനും സംഹാരകനുമായ ദൈവമേ, ഇതിൽ വിശ്വാസമുള്ള ഒരു സൃഷ്ടാവെന്ന് മാത്രം വിളിച്ചാൽ മതിയാകും. അതിലും വിശ്വാസമില്ലാത്തൊരു പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് വിളിച്ചാൽ മതിയാകും. ഇല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിച്ചാൽ മതിയാകും. ദൈവമേ, ഞാൻ ജനിക്കാൻ കാരണഭൂതരായ മുഴുവൻ മാതാപിതാക്കളും ചെയ്ത സർവപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അജ്ഞതയാലും ജനിതക തകരാറിനാലും അഹങ്കാരത്താലും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ധാരാളം പാപങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് ദയയുണ്ടായി, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആദ്യ ജന്മം മുതൽ എൻ്റെ ജന്മം വരെയുള്ള ജന്മജന്മാന്തരങ്ങൾക്കിടയിൽ അറിഞ്ഞും അറിയാതെയും ജനിതക തകരാറിനാലും ഓരോ ജന്മങ്ങളിലും ഞാൻ പാപം ചെയ്തു. ആ ജന്മങ്ങളിലൊക്കെയും നിൻ്റെ ശക്തി എന്നിൽ കുടികൊള്ളുന്നുള്ള സത്യം ഞാൻ മറന്നു. അത് ഓർമ്മിപ്പിച്ചു തരാൻ ഗുരുക്കളുണ്ടായിരുന്നെങ്കിലും ഞാൻ ചെവിക്കൊണ്ടില്ല. ദൈവമേ, പാപങ്ങളെല്ലാം ക്ഷമിക്കണം, ലംഘനങ്ങളെല്ലാം ക്ഷമിക്കണം, അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കണം. ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളോട് ദയ കാണിക്കണം. അജ്ഞതയാൽ, അറിവില്ലായ്മയാൽ, ജനിതക തകരാറിനാൽ ചെയ്ത സർവ്വ പാപങ്ങൾ ക്ഷമിക്കണം. ഇനിമേൽ ഞാൻ ചെയ്ത പാപങ്ങളൊന്നും ചെയ്യില്ല. ചെയ്ത പാപങ്ങൾ തന്നെയല്ല, ഒരു പാപങ്ങളും ഞാൻ ചെയ്യില്ല. നിൻ്റെ ശക്തിയെ എന്നിൽ ഉണർത്തിത്തരണം, നിൻ്റെ ശക്തിയെ എന്നിൽ വളർത്തിത്തരണം. നിൻ്റെ ദയ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ശാന്തിയും മനസ്സമാധാനവും മനസ്സന്തോഷവും തരണം. അറിവില്ലാതിരുന്ന കാലത്ത് ഒത്തിരി അധർമ്മങ്ങൾ ചെയ്തു, അതെല്ലാം മാപ്പാക്കണം. ദൈവമേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അരിഷ്ടന്മാരും കുറ്റക്കാരും പാപികളുമായി ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിൻ്റെ ശക്തിയെ എന്നിൽ ഉണർത്തി വളർത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരുമല്ല ദൈവമേ, നിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് പോയാൽ ഞാൻ വെറും മൃതശരീരമാണെന്നുള്ള സത്യം ഞാൻ അറിയുന്നു. ദൈവമേ, ഞാൻ ഒത്തിരി അഹങ്കരിച്ചു. അർഹിക്കാത്തതൊക്കെയും ഞാൻ പിടിച്ചു പറിച്ചു, തട്ടിപ്പറിച്ചു, കബളിപ്പിച്ചെടുത്തു, ചതിച്ചെടുത്തു, വഞ്ചിച്ചെടുത്തു, ദ്രോഹിച്ചെടുത്തു, അമിത ലാഭത്താൽ എടുത്തു. ദൈവമേ, ഇതെല്ലാം നീ പൊറുക്കണം, എല്ലാം ക്ഷമിക്കണം. ഞാൻ ഇനി മുതൽ യാതൊരു പാപവും ചെയ്യില്ല. എന്നോട് കരുണ കാണിക്കണം, എന്നോട് ദയയുണ്ടാകണം. എൻ്റെ അനന്തര തലമുറയെ രക്ഷിക്കണം. അവരെ ഞങ്ങൾ ചെയ്ത പാപങ്ങളും അകൃത്യങ്ങളും ഒന്നും അവരോട് കണക്കിടരുത്. ദൈവമേ, സർവശക്ത, ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പറയണം. ദിവസവും രാവിലെയും വൈകിട്ടും 6 മണിക്കാണ് പ്രാർത്ഥിക്കേണ്ടത്. രാവിലെ 6 മണിക്കല്ല, 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് പ്രാർത്ഥിക്കേണ്ടത്. ശരീരശുദ്ധി വരണം, മനഃശുദ്ധി വേണം. വേറൊരാൾക്ക് ദോഷം വരണമെന്ന് പ്രാർത്ഥിക്കരുത്. എല്ലാവരും കഴിവുള്ളവരാ, എല്ലാവരിലും ദൈവശക്തി ഉണ്ട്. ആ ദൈവശക്തി കുടികൊള്ളുന്നവനെ ഇച്ഛിപ്പോന്നോ, അല്ലെങ്കിൽ നീ കൊള്ളരുതാത്തവനാണെന്നോ, നീ അഹങ്കാരിയാണെന്നോ, അല്ലെങ്കിൽ നീ മോശമാണെന്നോ, അല്ലെങ്കിൽ നീ എൻ്റെ അത്രയും പവറില്ലാത്തവനാണെന്നോ, അല്ലെങ്കിൽ നീ എൻ്റെ അത്രയും കഴിവില്ലാത്തവനാണെന്നോ ഒന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത്. എല്ലാവരിലും ഉന്നതനായ ദൈവത്തിൻ്റെ ശക്തിയാ കുടികൊള്ളുന്നത്. എല്ലാവരും ശ്രേഷ്ഠരാ. ആ ശക്തി ഉണർത്തിയെടുത്താൽ അവൻ്റെ പേഴ്സണാലിറ്റിയല്ല ദൈവം നോക്കുന്നത്, അവൻ്റെ മൃഗക്കൊഴുപ്പല്ല ദൈവം നോക്കുന്നത്, അവൻ്റെ ജാതി കൊഴുപ്പല്ല അവൻ്റെ ദൈവം നോക്കുന്നത്, അവൻ്റെ മനഃശുദ്ധിയാണ് നോക്കുന്നത്. നിൻ്റെ മനസ്സ് നല്ലതാണോ, നിൻ്റെ പ്രവൃത്തി നല്ലതാണോ, നിൻ്റെ ചിന്ത നല്ലതാണോ, നിൻ്റെ ആഗ്രഹങ്ങൾ നല്ലതാണോ, അതാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ അളവുകോലുണ്ട്. ഇവിടുത്തെ ഉന്നതന്മാരളക്കുന്ന അളവുകോലല്ല. ഉന്നതന്മാർക്ക് എങ്ങനെയും ധനമുണ്ടാക്കണം,
ആ ധനം 100 കോടി തലമുറയ്ക്ക് സുരക്ഷിതമായിട്ട് തിന്നാൻ കൊടുക്കണം. അതാരും കട്ടുകൊണ്ട് പോകരുത്. ഭഗവാൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നീ ഇന്നെടുക്കുന്നതെല്ലാം നാളെ നിൻ്റെ അല്ലാതാകും, വേറൊരുത്തൻ്റെ ആകും. സംഭവാമി യുഗേ യുഗേ. അതുകൊണ്ട് ഒന്നും കവർന്നെടുക്കരുത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. ഈക്വലിസം അവിടെയാണ്. അത് ദൈവത്തിൻ്റെ ഇസമ, അല്ലാതെ നിൻ്റെ ഇടുങ്ങിയ ഇസമല്ല. നിൻ്റെ ഇടുങ്ങിയ ഇസം എന്ന് പറഞ്ഞാൽ നീ കട്ടുവാരിയതെല്ലാം നിനക്കും നിൻ്റെ ആൾക്കാർക്കും നിന്നെ സ്തുതിപാഠകർക്കും നിൻ്റെ ഞരമ്പ് രോഗികൾക്കും നിൻ്റെ ഗുണ്ടകൾക്കും. എടാ, ഇതിന് സോഷ്യലിസമൊന്നും കമ്മ്യൂണിസമൊന്നും അല്ല പറയുന്നത്. ഇതിന് നിൻ്റെ തോന്നിയാസ ഇസം. അതുകൊണ്ട് ലോകത്തിലെ പാപികളെ ആരുടെയും ചൂണ്ടേ വീഴരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ ഉണർത്തിയാൽ മാത്രം മതി. നിങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും. നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തിനോട് ഏറ്റുപറ. ഒന്നുകൂടെ പറയുക, ഇന്നലെ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പറയുക. നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തിനോട് ഏറ്റുപറ. ദൈവമേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. നിൻ്റെ മകനെന്ന് അല്ലെങ്കിൽ നിൻ്റെ മകളെന്ന പേര് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, യോഗ്യയല്ല. ക്ഷമിക്കണം ദൈവമേ, അറിയാതെ ചെയ്തതാണ്. ജനിത തകരാറുണ്ടായിരുന്നു, അജ്ഞതയുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തു പോയതാണ്. ഏറ്റുപറ, ദൈവം അത് കേൾക്കും. നീ എത്ര കൊടിയ പാപിയാണെങ്കിലും ദൈവം അത് കേൾക്കും. നീ പിന്നെ പരിശുദ്ധ ഹൃദയത്തോടെ വാ. നീ തമ്പുരാനോട് മാപ്പ് പറ. ഇതൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കുന്നവരിത് ദയവ് ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ദൃഷ്ടിയിൽ ദുഷ്ടന്മാരെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കാണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങളുടെ നല്ല വ്യക്തികൾക്കൊന്നും ഷെയർ ചെയ്യേണ്ട. അവർക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അവർക്കിതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധ ഹൃദയമുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അന്യനെ ചതിക്കാത്തവന് ഇതിൻ്റെ ആവശ്യമില്ല. അന്യനെ ദ്രോഹിക്കാത്തവന് ഇതിൻ്റെ ആവശ്യമില്ല. രാവിലെ മുതൽ വൈകുന്നവരെ കഠിനാധ്വാനം ചെയ്തിട്ടും കുടുംബം പോറ്റാൻ പാടുപെടുന്നവന് ഇതിൻ്റെ ആവശ്യമില്ല. പാപികൾക്കാണ് ഇതിൻ്റെ ആവശ്യം. പലതരത്തിലുള്ള പാപങ്ങളുണ്ട്. മയക്കുമരുന്നിനും കഞ്ചാവിനും ലഹരിക്കും ഒക്കെ അടിമയാണ് ഒത്തിരി പേര്. ജീവിതം നശിക്കുക. അയ്യോ, എന്തോരം പാടുപെട്ടാണ് ഇതുങ്ങളെയൊക്കെ വളർത്തിയത്. ഇതുങ്ങളൊക്കെ കലാലയത്തിൽ ചെന്ന് കൂട്ടുകാർ പറയുന്നത് കേട്ട് ആദ്യം തുടങ്ങുന്നത്, വൈനല്ലേടി, കുഴപ്പമില്ല, നീ അല്പം കഴിച്ചു. കുറേ നാളിങ്ങനെ വൈൻ അടിക്കുമ്പം ആ കൂട്ടുകാരികൾ പറയും, ഇടീ നമുക്കിന്നൊന്ന് മാറ്റി പിടിച്ചാലോ, ഇച്ചിരി ബിയറടിക്കാം. കുറേ നാൾ കഴിയുമ്പോൾ ഇച്ചിരൂടെ മാറ്റും, ഇടീ നമുക്ക് വിസ്കിയും ബ്രാൻഡിയൊക്കെ അടിക്കാം. കുറേ നാൾ കഴിയുമ്പോൾ ഇച്ചിരൂടെ മാറ്റും, ഇടീ നമുക്ക് MDA കഴിക്കാം, പിത്തടിൻ കുത്തിവെക്കാം. എത്ര എത്ര ജന്മങ്ങളാ നശിച്ചതെന്നറിയാമോ? ഇതിനെല്ലാം ചൂട്ടുപിടിച്ചും മറപിടിച്ചും കാശുണ്ടാക്കാൻ കുറേ പേര്. ദയവ് ചെയ്ത് ഇതിനൊക്കെ അടിമകളായവരെ നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാണ്. പ്ലീസ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യും, നിർത്തൂ. തമ്പുരാൻ കർത്താവ് പറഞ്ഞതുപോലെ ഇത്രയും നേരം നീ വല വീശിയത് ഇടത്തോട്ടാ. എടാ കുഞ്ഞെ, നീ വലതുവശത്തേക്ക് ഒരു പ്രാവശ്യം ഒന്ന് വീശിക്കേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ഇന്നലെ വരെ ചെയ്ത സർവ്വ അധർമ്മങ്ങളും നിർത്ത്. എന്നിട്ട് നീ നല്ല പ്രവൃത്തി തുടങ്ങ്. അപ്പോൾ നിൻ്റെ മനസ്സ് നിറയും, നിൻ്റെ വല നിറയും, നിനക്കിഷ്ടം പോലെ മീൻ കിട്ടും, നിനക്കിഷ്ടം പോലെ സൗഭാഗ്യം വരും, നിനക്കിഷ്ടം പോലെ സമ്പത്ത് വരും, നിനക്കിഷ്ടം പോലെ ദൈവകൃപ ലഭിക്കും. ഞാൻ അധികം നീട്ടുന്നില്ല, നിർത്തുക. പ്രാർത്ഥന ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. ശരീരശുദ്ധി വരുത്തി മനഃശുദ്ധി വരുത്തിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ, ഈ വീഡിയോ മുഴുവൻ കേൾക്കുന്നവർ ദയവ് ചെയ്ത് ഇത് ഷെയർ ചെയ്യണം. ലോകത്തിൽ ഒത്തിരി പാപങ്ങൾ പെരുകിയിരിക്കുകയാണ്. പണ്ട് പാപം അങ്ങ് പെരുകിയിട്ട് തമ്പുരാൻ ഈ ഭൂമിയെ നശിപ്പിക്കുമെന്ന് നോഹയോട് പറഞ്ഞു. നോഹ ചെന്ന് എല്ലാ മനുഷ്യരോടും പറഞ്ഞു. അയ്യോ, അന്നത്തെ ഉന്നതന്മാരും നേതാക്കന്മാരും ഒക്കെ ഇദ്ദേഹത്തെ കളിയാക്കി, പോടാ വട്ട ഭ്രാന്ത, ഈ ലോകമൊന്നും അവസാനിക്കത്തില്ല, നീ ഭ്രാന്ത് പറയുക, നിനക്ക് വട്ട, അതുകൊണ്ട് നീ നിൻ്റെ പണി ചെയ്യ്,
നോഹ പെട്ടകം പണിതു. നോഹയും കുടുംബവും മാത്രമേ പെട്ടകത്തിൽ കയറിയുള്ളൂ. പക്ഷേ ജീവജാലങ്ങൾക്ക് അറിവുണ്ടായിരുന്നു, മൃഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു, സർവ്വചരാചരങ്ങളും അതിൽ വന്ന് കയറി. പക്ഷേ നോഹയും കുടുംബവും അല്ലാതെ അന്ന് ഭൂമിയിൽ നിന്ന് ആരും കയറിയില്ല. ഇതൊക്കെ ഒന്നും കെട്ടുകഥയൊന്നും അല്ല. ബൈബിളിലും പുരാണത്തിലും പിന്നെ ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും ഒന്നും പറയുന്നതൊന്നും കെട്ടുകഥയൊന്നുമല്ല. ഈ മതങ്ങളെല്ലാം ഉന്നത മതങ്ങളാണ്. ഒരു മതവും ഒരു മതത്തിൻ്റെ താഴെയല്ല, ഒരു മതവും ഒരു മതത്തിൻ്റെ മുകളിലുമല്ല. എല്ലാത്തിലും മനുഷ്യൻ നന്നാകാനുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുമ്പം ഞാൻ ഹിന്ദു മതത്തെ ഇച്ചിരി പൊക്കി പറയും. എന്താണെന്ന് ചോദിച്ചാൽ അതിലില്ലാത്തതായ ഒരു കാര്യവുമില്ല. സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ അടങ്ങിയിരിക്കുന്നു എന്നാണ് അത് പറഞ്ഞത്. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്. അപ്പം തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെങ്കിൽ അതിനെ എടുത്ത് ചുമ്മാതെ എറിയാൻ പറ്റുമോ? അങ്ങാണ് ഹിന്ദുമതം പറയുന്നത്. സർവ്വചരാചരങ്ങളെയും സ്നേഹിപ്പിൻ, ലവ് ഓൾ എന്നാണ് പറയുന്നത്. ഒരു ഇല നുള്ളണേ തന്നെ ആ ഇല നിൽക്കുന്ന ചെടിയോട് മാപ്പ് ചോദിക്കണം, ആ ചെടിയോട് ആവശ്യം പറയണം. സർവശക്തനോട് മാപ്പ് ചോദിക്കണം, സർവശക്തനോട് ആവശ്യം പറയണം. അങ്ങനെ ഒരു ഇല നുള്ളാൻ പറ്റത്തുള്ളൂ ഹിന്ദുമതം നിയമപ്രകാരം. ഇല എന്ന് പറഞ്ഞാൽ പിന്നെ ആഹാരം പാകം ചെയ്ത് നമുക്ക് തരുന്നത് മാത്രമല്ല, ഓക്സിജനാണ് തരുന്നത്. അത് അന്നജം പിന്നെ ആഹാരം നിർമ്മിക്കുമ്പോൾ ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നത്. അല്ലയോ ശ്രേഷ്ഠനായ വ്യക്തിയെ, നീ എന്താ പുറത്തേക്ക് വിടുന്നത്? നിൻ്റെ വായിൽ നിന്ന് വരുന്നതെന്തോ? അന്യനെ തമ്മിത്തല്ലിക്കാനല്ലേ നീ ആഹ്വാനം ചെയ്യുന്നത്? നമ്മുടെ 10 പേരെ തട്ടിയെങ്കിൽ അവരുടെ 100 പേരെ തട്ടടാ. അപ്പം നിൻ്റെ പുറകിന് ഇഷ്ടം പോലെ ആൾക്കാരാ. നേതാവ് പറഞ്ഞതാ ശരി. ഇടുങ്ങിയ ചിന്താഗതിക്കാരാ. ഇതൊന്നും ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും മുസ്ലിം മതത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവനെ കൊല്ലാനും തല്ലാനും ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും ഒന്നും. അതുകൊണ്ട് മതങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, ചുമ്മാതെ കുറ്റം പറയുന്നതാ. അതിലെ കാതലായ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തവരാ അത് കുറ്റം പറയുന്നത്. പിന്നെ അതുകൊണ്ട് ജീവിക്കുന്നവർ അതിനെ ചിലപ്പോൾ ഉയർത്തി പറഞ്ഞെന്നിരിക്കും. ഞാനതുകൊണ്ടൊന്നുമല്ല ജീവിക്കുന്നത്. ഞാൻ നല്ലതുപോലെ അധ്വാനിച്ച്, എനിക്കിപ്പോൾ വയ്യ, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്. 2023 ആൻജിയോപ്ലാസ്റ്റി, 2011 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത 23 സ്ട്രോക്ക് വന്നതാണ്. 26 ഗുളിക ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ കഴിക്കുന്നുണ്ട്. 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, 50 മില്ലി. എനിക്ക് ജീവിതത്തിൽ വലിയ ആശയൊന്നുമില്ല, എപ്പോൾ വേണേലും തട്ടിപ്പോകാം. പക്ഷേ ഞാൻ തട്ടിപ്പോകുന്നതിന് മുമ്പ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇതൊരു വലിയ ദോഷമാകും. ഞാൻ ചത്തന്നെ കൊണ്ട് ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്തു. എൻ്റെ മനസ്സിലിരിക്കുന്നതെല്ലാം അവിടെ തീരാനുള്ളതല്ല, ലോകം അറിയാനുള്ളതാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്, എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പറയുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. രോഗിയാണ്, 2000 മുതൽ രോഗിയായി. 25 വർഷമായി ഞാൻ രോഗിയായിട്ട്. എനിക്ക് നല്ലപോലെ നടക്കത്തില്ല, നല്ലപോലെ സംസാരിക്കത്ത് പോലും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ശ്വാസം മുട്ടലുണ്ട്. അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാണ്. കാരണം ഇതൊന്നും ഇന്ന് വരെ ഭൂമിയിൽ ആരും പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടില്ല. ഇടുങ്ങിയ ചിന്താഗതിക്കാരൊന്നും ഇത് പറയത്തില്ല. ഞാനും എൻ്റെ 100 കോടി തലമുറയെ രക്ഷപ്പെട്ടാൽ മതിയെന്ന വിചാരമുള്ളവൻ അനന്തര തലമുറ ജനിതക തകരാറില്ലാതെ എങ്ങനെ ജനിക്കണമെന്ന് പറയത്തില്ല. ഇത് പിന്നെ ഞാൻ പറഞ്ഞത്, ഭൂമിയിൽ ഏത് വീട്ടിൽ സൽജന്യം ഉണ്ടായാലും അതിൻ്റെ ഗുണം ലോകത്തിനാണ്, ഭൂമിക്കാണ്. അവൻ നന്മ ചെയ്യും. അതുകൊണ്ട് വീണ്ടും പറയുക, എൻ്റെ ദേവി പറഞ്ഞത്, കുന്തിദേവി ഭാഗ്യവന്തം പ്രസൂയേത മാജൂരമാജ പണ്ഡിതം, ഭാഗ്യവാനിയോ ഭാഗ്യവതിയോ പ്രസവിക്ക്. ഇനി പ്രസവിക്കുന്നവരെ, ഇപ്പം ഗർഭിണികളായവരല്ല, ഇനി ഗർഭം ധരിക്കാനിരിക്കുന്നവരെ, ദയവ് ചെയ്തൊരു 6 മാസം നോയമ്പെടുക്കാമോ? നീ നിൻ്റെ ഭർത്താവും സൽജീവിതം നയിക്കാമോ? അതിനുശേഷം നല്ല മാസം, നല്ല ദിവസം, നല്ല സമയം. എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? കർക്കിടക മാസത്തിലെ കർത്താവിന് ആരെങ്കിലും ഒരു സൃഷ്ടികർമ്മം നടത്തുമോ? ദുഃഖവെള്ളിയാഴ്ച ആരെങ്കിലും ഒരു സൃഷ്ടികർമ്മം നടത്തുമോ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ച ദിവസം ഒരു സൃഷ്ടികർമ്മം നടത്തുമോ?
ഏതിനും ഒരു കാലമുണ്ട്, ഒരു നേരമുണ്ട്, ഒരു സമയമുണ്ട്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ ഉദിക്കുന്ന ദിവസം, അന്ന് മുതൽ 10 വരെയുള്ള ദിവസമായി ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ആ ദിവസങ്ങളിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയമായി ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ എൻ്റെ മുമ്പിൽ വാ, ഞാൻ തർക്കിക്കാൻ തയ്യാർ. നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു മുഹൂർത്തം കുറിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് അനുവർത്തിക്കുന്നവരാരുണ്ട്? ഉണ്ട്, ബ്രാഹ്മണ കുടുംബങ്ങളിലുള്ളവർ അനുവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു കുട്ടി വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ അവൻ 6 മാസം അവൻ വീട്ടിൽ നോയമ്പെടുക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിൽ 6 മാസം നോയമ്പെടുക്കും. ഇതുവല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ചുമ്മാതൊരു സൃഷ്ടികർമ്മം. അടിച്ചു പൂക്കുറ്റിയായി. നാണം മാറാൻ ഒരു 30 വിട്ടേച്ച് പോടാ. അവൻ തുരുമ്പ് വെളിവില്ലാതെ ചെല്ലുന്നത്. ഭാര്യ ഈ മദ്യത്തിൻ്റെ മണം കൊണ്ട് തലതിരിക്കും. ഇങ്ങനെ തലതിരിച്ച ഒരു സന്ദർഭം പിന്നെ മഹാഭാരതത്തിലുണ്ടറിയാമോ? അംബിക, അംബാലിക 3 പേർക്കും പിള്ളേരില്ലാതെ വന്നു. അവസാനം അമ്മായിമ്മ പറഞ്ഞു, മകനെ കാട്ടിൽ തപസ് ചെയ്യാൻ പോകുന്ന മകനെ വിളിപ്പിച്ച് വരുത്തി, എടാ കൊച്ചേ, നമ്മുടെ രാജവംശം നിന്നു പോകും, ഇനി ഭരിക്കാൻ ഇവിടെ ആളില്ല, അതുകൊണ്ട് നീ വന്ന് ഇവരിൽ ആരിലും അവിടെ നിന്നും ഒരു കുട്ടിയെ ജനിപ്പിക്കുക. സ്വന്തം അമ്മ മകനോട് അങ്ങനെ പറയേണ്ടി വന്നു. അവൻ വന്നു. ആദ്യത്തെ ദിവസം മൂത്തവൾ കുളിച്ച് സുന്ദരിയായി കുളിപ്പിച്ചവിടെ നിർത്തി. പക്ഷേ ഈ പുള്ളിയെ കണ്ടപ്പം അവൾക്ക് മനസ്സിൽ പിടിച്ചില്ല. അവൾ മേലാസകവലം പിന്നെ സുഗന്ധതൈലം പൂശി. അതിനുശേഷമാണ് ബന്ധപ്പെട്ടത്. ബന്ധപ്പെടലൊക്കെ കഴിഞ്ഞ് രാവിലെ അമ്മ ചോദിച്ചു, മോനെ പിള്ളേർ വല്ലതും ഉണ്ടാകുമോ? ഉണ്ടാകും അമ്മേ. ജനിക്കുന്ന കുട്ടി പാണ്ഡുരോഗിയായി പോകും. അതെന്താടാ? അവളുള്ള സുഗന്ധതൈലവും ചന്ദനവും ഒക്കെ വാരി മേത്ത് പൂശിക്കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് എന്നാൽ മോൻ പോയി തപസ് ചെയ്തോട്ടെ. കുറേ നാൾ കഴിഞ്ഞ് ജനിപ്പിച്ച കുട്ടി പാണ്ഡുരോഗി ആയതുകൊണ്ട് അമ്മ വീണ്ടും വിളിപ്പിച്ചു, മോനെ വാടാ, അടുത്തവളിൽ നീ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക. വീണ്ടും വന്നു. അടുത്തവൾ ഈ പുള്ളിയെ കണ്ടപ്പോഴെന്ത് ചെയ്തു? കണ്ണങ്ങ് മൂടിക്കെട്ടി. ഇവൻ പോകുന്നവരെ കണ്ണ് തുറന്നിട്ടില്ല. പിന്നെ കുളിയുമൊക്കെ കഴിഞ്ഞു, സൃഷ്ടികർമ്മമൊക്കെ കഴിഞ്ഞു. അമ്മ രാവിലെ പഴയതുപോലെ ചോദിച്ചു, മകനെ പിള്ളേർ വല്ലതും ഉണ്ടാകുമോ? ഉണ്ടാകും അമ്മേ. ജനിക്കുന്ന കുട്ടി അന്ധനായിരിക്കും, കണ്ണുപൊട്ടനായിരിക്കും, കുരുടനായിരിക്കും. ശരി മോൻ പോ. മൂന്നാമത് അമ്മ വീണ്ടും വിളിപ്പിച്ചു, മോനെ വാടാ. ചേട്ടത്തി അനിയത്തിയും പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ബാക്കി അംബിക, അംബാലിക അതിലൊരാളും പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അവസാനം വേലക്കാരിയെ കുളിപ്പിച്ച് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് നല്ല സുന്ദരിയാക്കി ഈ പുള്ളിയുടെ മുറിയിലോട്ട് പറഞ്ഞു വിട്ടു. അവൾ നോക്കിയപ്പം എന്തുവാ ദൈവമേ, അവൾക്ക് കിട്ടാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ കനിയല്ലേ കിട്ടിയത്. അവിടെ ജന്മത്തിൽ ഇങ്ങനെ കിട്ടുമോ? അവൾ വരെയുള്ള സന്തോഷവതിയായി, വളരെ ആനന്ദവതിയായി. അവർ സൃഷ്ടികർമ്മം നടത്തി. അയാൾക്കും വലിയ സന്തോഷമായി. അങ്ങനെ ജനിച്ചതാ വിതുരർ. സൃഷ്ടികർമ്മത്തിലെ അപാകത മനസ്സിലായോ? ഇതൊക്കെ ഹിന്ദുമതത്തിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. വല്ലപ്പോഴും എടുത്ത് വായിക്കണം. ഇങ്ങനെയൊക്കെ എൻ്റെ ഹിന്ദുമതത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ. ഇല നുള്ളുന്ന കാര്യം, വൃക്ഷം വെട്ടുന്ന കാര്യം, അവിടെ പാമ്പിന് വരെ അവർ പാല് കൊടുക്കും. അവർക്ക് 5 സെൻറ്റ് സ്ഥലം, ഒത്തിരി സ്ഥലമുണ്ടേത് 5 സെൻറ്റ് സ്ഥലം കാവ, അവിടെ പാമ്പുണ്ട്, അവരതിന് കൊണ്ട് പാല് കൊടുക്കും. സ്നേഹമാ. നിങ്ങൾ പറയുമല്ലോ മൂർഖൻ പാമ്പിനാ പാല് കൊടുക്കുന്നെന്ന്. അവരെ ആരെയും പാമ്പ് കൊത്തുതറില്ല. സർവ്വചരാചരങ്ങൾക്കും മനുഷ്യനെ പേടിയാണ്, ഇഷ്ടമാണ്. പേടിയുണ്ട്, ഇഷ്ടവുമുണ്ട്. അതുങ്ങളെ സ്നേഹിച്ചാൽ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും. ആനയാണ് മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. ആനയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ആനയെ സ്നേഹിച്ച് നോക്കുക, ആന നമ്മളെയും സ്നേഹിക്കും. പിന്നെ ഈ ആനയും പട്ടിയും ഒക്കെ അതൊക്കെ ഭ്രാന്ത് പിടിച്ചാൽ, പട്ടിക്ക് പേ ഇളകിയാൽ അത് ഉടനെ കടിക്കും, ആനയ്ക്ക് മതം ഇളകിയാൽ അത് ഉടനെ കുത്തും. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ അസുഖത്തിൻ്റെ തീവ്രത കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ചില വ്യക്തികൾ കുത്തും. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ അസുഖം കൊണ്ടാണ്. അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മദ്യവും കഞ്ചാവും മയക്കുമരുന്നും ദുർചിന്തയും അലസതയും മടിയും അഹങ്കാരവും ഒക്കെയാ. അവൻ കുത്തും.
അത് അവൻ്റെ കുഴപ്പമല്ല, അവൻ്റെ ജനിതക തകരാറാ. അതുകൊണ്ട് ജനിതക തകരാറുള്ളവരോട് അടുക്കരുത് കൂടുതൽ. അയ്യോ, അവരെ കാണാൻ ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല മൃഗക്കൊഴുപ്പൊക്കെ കാണും. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ദേവേന്ദ്രനാ. ദേവേന്ദ്രനല്ല, ദേവലോകത്തെ പിശാച, നല്ല സുന്ദരനാ. പക്ഷേ ജനിതക തകരാറാ, ജനിതക തകരാറ്. ഈ ജനിതക തകരാറുള്ളവരുടെ അടുത്ത് പോകരുത്. ചുട്ടുപഴുത്ത ഇരുമ്പ് കോളത്തിൻ്റെ അടുക്കൽ ആരെയും ചെല്ലുമ്പോൾ വലിയ കോളം വന്ന് വെച്ചു, സൂര്യൻ്റെ അടുക്കൽ, സൂര്യനാണല്ലോ ഇപ്പം നമുക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചുട്ടുപഴുത്ത കോളം. സൂര്യൻ്റെ അടുത്തോട്ട് ആരെങ്കിലും ചെല്ലുമോ? ചെന്നാൽ എന്ത് സംഭവിക്കും? ചുട്ടു ഭസ്മമായി പോകത്തില്ലേ? ഇതുപോലെ തന്നെയാണ് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ദുർചിന്തയും ദുർസ്വഭാവവും അഹങ്കാരവും അർമാദിച്ച് നടക്കുന്നവൻ്റെ അടുത്തോട്ട് നമ്മൾ പോകരുത്. പോയാൽ നിൻ്റെ ജന്മം പാഴാ. അവൻ 100 കാര്യം പറയും. അയ്യോ പെൺപിള്ളാരെ, നിങ്ങളെ വശീകരിക്കാൻ, അയ്യോ നീ ആടി ഭൂമിയിൽ ഏറ്റവും വലിയ മാലാഹ, ഇനിയല്ലാതെ ഞാൻ ആരെയും കെട്ടത്തില്ല. ഈ ഡയലോഗ് അവൻ 1000 പെൺപിള്ളാരോട് പറഞ്ഞു കാണും. ഈ 1000 പേര് ഇവൻ്റെ ചൂണ്ടേ വീണു. ഇവന് മൃഷ്ടാന്നം, പിന്നെ ഈ 1000 പേരും ഇവന് ദാസിപ്പണി ചെയ്യുമല്ലോ. അയ്യോ, അങ്ങനെ ദാസിപ്പണി ചെയ്യാനങ്ങനെ ക്യൂ നിൽക്കുക, കുറേ എണ്ണം മെണച്ച് തന്തേം തള്ളേം പറഞ്ഞാൽ കേക്ക് വടി, കൊച്ചേ അത് വേണ്ട, അവനെ കെട്ടിയില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യും, വിഷം കുടിക്കും, തൂങ്ങിച്ചാകും. ഇതാ ലോകത്തിൻ്റെ അവസ്ഥ. പെൺപിള്ളാരോട് ഞാൻ പറയുന്നത് നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം. ആൺപിള്ളാരോട് ഞാൻ പറയുന്നത് നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണം. അതൊക്കെ അന്വേഷിക്കണം. ചുമ്മാതെ ബാഹ്യഭംഗി കണ്ട് മോടി കണ്ട് പിന്നെ വീഴരുത്. ഇന്ന് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. നാളെ ബാക്കി.